മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ അനീഷ് വലിയൊരു സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അനീഷിന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന്. ഇന്നിവർക്ക് ലഭിച്ച മോർണിംഗ് ആക്ടിവിറ്റി ഇതായിരുന്നു. ഓരോരുത്തരും ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിജയിച്ചിറങ്ങുക എന്നത് ഇവരുടെ സ്വപ്നമാണ്. അങ്ങനെ ഓരോരുത്തരും വിജയികളായി ഇറങ്ങി എന്ന് കരുതുക. അതിനുശേഷമുള്ള ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരാൾ ബിഗ് ബോസിൻ്റെ വിജയിയായി മുന്നിൽ വന്നിരിക്കുമ്പോൾ ബാക്കിയുള്ള 8 പേരും ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആയിരിക്കും. അവർക്കെല്ലാവർക്കും ചേർന്ന് 4 ചോദ്യങ്ങൾ ആ വ്യക്തിയോട് ചോദിക്കാവുന്നതാണ്. അങ്ങനെ ആദ്യം വന്നിരുന്നത് അനീഷായിരുന്നു. അനീഷിനോടുള്ള അനുമോളുടെ ചോദ്യമായിരുന്നു, ബിഗ് ബോസ് ഹൗസിൽ നിന്നപ്പോൾ കണ്ടസ്റ്റൻസിനോട് ആരോടെങ്കിലും പ്രണയമോ ക്രഷോ തോന്നിയിട്ടുണ്ടോ എന്ന്. അതിന് ഉത്തരമായിട്ട് അനീഷ് പറഞ്ഞത് ജിസേലിൻ്റെ പേരായിരുന്നു. അനീഷ് പറഞ്ഞത്, ജിസേൽ എന്നൊരു കണ്ടസ്റ്റൻറ്റ് എൻ്റെ കൂടെ ബിഗ് ബോസിലുണ്ടായിരുന്നു. പല സമയങ്ങളിലും ജിസേൽ എൻ്റെ അടുത്ത് വന്ന് കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ എന്ന പാട്ടൊക്കെ പാടുമായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ക്രഷൊക്കെ തോന്നിയിട്ടുണ്ട്, ഒരു ആർദ്രത തോന്നിയിട്ടുണ്ട്, കുളിര് കോരുന്ന നിമിഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മുൻ ജീവിതം ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു ചാഞ്ചാട്ടം ശരിയല്ല. കാരണം പല ജീവിതാനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും മനസ്സ് തണുക്കുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കണ്ടസ്റ്റൻ്റായ അനുമോളോടും എനിക്ക് ആ രീതിക്കുള്ള ഒരു സ്നേഹം തോന്നിയിട്ടുണ്ട്. കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളാണ് എനിക്ക് മേക്കപ്പ് ചെയ്തു തരുന്നത്. ആ സമയത്ത് എനിക്ക് അനുമോളോട് ഒരു സൗകുമാര്യം തോന്നിയിട്ടുണ്ട് എന്നാണ് അനീഷ് പറയുന്നത്. വളരെ കാവ്യാത്മകമായി ശുദ്ധ മലയാളത്തിലാണ് എന്തായാലും അനീഷ് ക്രഷിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അവസാനം അനീഷ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ജിസൈലിനോടും അനുമോളോടും തോന്നിയത് ക്രഷെന്നോ പ്രണയമെന്നോ എന്നും പറയാൻ പറ്റില്ല, ഒരു സൗകുമാര്യം. കാരണം എനിക്ക് മുൻ ജീവിതാനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ ജിസേലിൻ്റെ പേര് അനീഷ് പറയുമ്പോഴേ ആര്യൻ വാട്ടർ ബോട്ടിലുമായി അനീഷിനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ അനീഷ് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അനീഷിന് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.